ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രൈഡേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രൈഡേ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം വീടിനകത്തൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. സാധാരണ വെള്ളിയാഴ്ചകളിൽ ഞാൻ അങ്ങനെ മോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് വീട്ടിൽ വിളക്ക് വയ്ക്കുന്നില്ല. എനിക്ക് വിളക്ക് വയ്ക്കാനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ പീരീഡ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് 7 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ വിളക്ക് വെക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ വീട്ടിൽ വിളക്കൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ വ്യാഴാഴ്ചയുടെ അന്ന് എനിക്ക് ക്ഷേത്രത്തിൽ പോകാനും പറ്റിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒന്നും തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അതെല്ലാം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനിങ്ങനെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ശ്രീകൃഷ്ണന് ഞാനിങ്ങനെ ഭഗവാന് എന്തെങ്കിലുമൊക്കെ നൈവേദ്യം സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ എല്ലാവരും പറയാറുണ്ട് കുളി കഴിഞ്ഞതിന് ശേഷം അടിച്ചു വാരാനും തുടയ്ക്കാനൊന്നും പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അങ്ങ് കുളിക്കും. കുളിച്ചതിന് ശേഷമാണ് ബാക്കി എന്ത് പണിയുണ്ടെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. അത് ഞാനങ്ങനെ ശീലിച്ചു പോയി. പിന്നെ മാത്രമല്ല ഞാൻ നന്നായിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകിയതിന് ശേഷമാണ് പിന്നീട് കിച്ചണിലേക്കാണെങ്കിലും വരുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വിളക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കൈയും കാലും മുഖവും കഴുകും കേട്ടോ. എന്നിട്ടാണ് ഞാൻ വിളക്ക് വയ്ക്കാനായിട്ട് വരുന്നത്. ഇന്ന് ഞാൻ ഇതുപോലെ വീട്ടിൽ ഭഗവാന് നിവേദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ നിവേദ്യം ചെയ്യാറുണ്ട്. കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ വീട്ടിനടുത്തുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ പോകുമ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ പാൽപ്പായസം നിവേദ്യത്തിന് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് ക്ഷേത്രത്തിൽ പോയി നമ്മുടെ നാട്ടിലത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പച്ചരി ഒന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് നിവേദ്യം ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആമിക്ക് സ്കൂളിൽ പോകേണ്ട ദിവസം കൂടിയാണ്. എന്തായാലും എനിക്ക് ഇതിനിടയിൽ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പച്ചരി ഇതുപോലെ കുക്കറിൽ ഇട്ടതിന് ശേഷമാണ് വന്നിട്ട് മോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. സാധാരണ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദിവസങ്ങളിൽ മോപ്പിംഗ് ചെയ്യാറുള്ളതല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പീരീഡ്സ് ആയ കാരണം കൊണ്ട് എനിക്ക് തലേ ദിവസം ചെയ്ത് വെക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ എന്തായാലും വെള്ളിയാഴ്ചയുടെ അന്ന് തന്നെ രാവിലെ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എനിക്ക് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാറാലെ അടിക്കാമോ എന്ന്, അത് ദോഷമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. ഞാനും ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാറൊന്നും ഇല്ലായിരുന്നു. സാധാരണ നമ്മൾ എന്നത്തെയും പോലെ വിളക്ക് വയ്ക്കും. നോൺ വെജ് കഴിച്ചാലും ഞങ്ങൾ വീട്ടിൽ വിളക്കൊക്കെ വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പീരീഡ്സ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ തന്നെ ഇതുപോലെ വിളക്ക് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുത്തതിന് ശേഷം മാത്രമാണ് വിളക്ക് വയ്ക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബീനയും വാളൻ പുളിയുണ്ടല്ലോ അതും കൂടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വിളക്ക് കഴുകുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ തലമുടിയൊക്കെ ഒന്ന് തോർത്ത് ഇട്ടുണ്ട്. അപ്പം ഞാൻ കുളിച്ചതിന് ശേഷം ഇതുവരേക്കും മുടി തോർത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ മുടിയൊക്കെ ഒന്ന് തോർത്തുന്നുണ്ട്. പുറത്ത് പോയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ രാവിലത്തെ എൻ്റെ ഒരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നും ചെയ്യുന്നില്ല. ഹിമാലയയുടെ ക്ലാരിനയും അതുപോലെ തന്നെ ക്ലാരിനയുടെ ക്രീമും അതുപോലെ ഒരു പൊട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ സിന്ദൂരം വയ്ക്കും, പിന്നെ ലിപ് ബാമും കൂടി തേക്കും. ഇത്ര തന്നെയാണ് എൻ്റെ മോർണിംഗ് മേക്കപ്പ് എന്നൊക്കെ പറയുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. നമ്മുടെ സെൽഫ് കെയറും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങളാണല്ലോ. അപ്പോൾ ഓരോ ചടങ്ങുകളും ഓരോ രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാ മതസ്ഥർക്കും അവരുടേതായ രീതിയിലുള്ള ഇപ്പോൾ നമ്മുടെ ഹിന്ദു മതത്തിലുള്ള വ്രതം പോലെ അല്ലെങ്കിൽ വ്രതം എടുക്കുന്നതാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും വിശ്വാസം അനുസരിച്ച് നമുക്ക് നിത്യജീവിതത്തിൽ ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ ഏറെക്കുറെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിശ്വാസം ഉള്ളവരും ഉണ്ടായിരിക്കാം, ഇല്ലാത്തവരും കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഒന്ന് കോലം വരയ്ക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ നെറ്റിൽ നോക്കിയിട്ടാണ് വരച്ചത്. പിക്ചർ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വരച്ചതാണ്. ഒരു ചെറിയൊരു കോലമൊക്കെ ഒന്ന് വരച്ചിട്ടു. അതിന്
അതിനുശേഷം പിന്നീട് ചെടികളെ ഒന്ന് നോക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഞാൻ രാവിലെ വിളക്ക് വയ്ക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ 5:30 എഴുന്നേക്കും. സാധാരണ 6 മണിക്കാണ് എഴുന്നേക്കുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും 1 പോട്ട് റെസിപ്പി ആയിട്ട് അങ്ങ് ചെയ്യാനായിട്ട് നോക്കും. ടൊമാറ്റോ റൈസോ അല്ലെങ്കിൽ കർഡ് റൈസോ അല്ലെങ്കിൽ സാമ്പാർ സാദം അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട്, അല്ലെങ്കിൽ വെജ് ബിരിയാണി. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയും കഴിയും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയവും കിട്ടും. പിന്നെ അതിനുശേഷം നേരെ ഞാൻ ടെറസിലേക്ക് വന്നിട്ട് നമ്മുടെ 10 മണി പൂക്കളൊന്ന് പറിച്ചെടുക്കുന്നുണ്ട്. സാധാരണ ഞാനിങ്ങനെ വെള്ളത്തിലിടാനുള്ള ഉരുളിയിലുണ്ടല്ലോ, നമ്മുടെ ഉരുളിയിലെ വെള്ളത്തിൽ കടയിൽ നിന്ന് മേടിക്കുന്ന ജമന്തി പൂക്കളാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ജമന്തി പൂക്കളില്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ മേടിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും 10 മണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ടെറസിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൂക്കൾ നിൽപ്പുണ്ട് ഇവിടെ, അതുപോലെ തന്നെ റെഡും 2-3 പിങ്ക് പൂക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എല്ലാ പൂവും ഞാൻ പറിച്ചെടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. കാരണം ഉരുളിയിൽ പൂക്കളിട്ട് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയും വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ പൂക്കളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും പോയി കിട്ടും. ഇതൊന്നും ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കാനായിട്ട് പലതരം കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പം ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ ഈ ഉരുളിയിലുള്ള വെള്ളത്തിൽ എന്തുകൊണ്ടാണ് റെഡ് കളർ എന്ന് ആരോ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അത് വേറൊന്നും കൊണ്ടല്ല, ആ ഉരുളിയുടെ ഉള്ളിൽ റെഡ് കളർ പെയിൻറ് അടിച്ചിരിക്കുന്നതാണ്. നമ്മൾ മേടിച്ചപ്പോഴേ അങ്ങനെ തന്നെയാണ് കിട്ടിയത്. പെയിൻറ് അടിച്ചിട്ടുള്ള ഉരുളി ഉണ്ടല്ലോ, അത് മണ്ണിലുള്ള ഉരുളിയിൽ അവർ പെയിൻറ് അടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കളറല്ല, ആ ഉരുളിയുടെ കളറാണത്. സാധാരണ പച്ചവെള്ളം നിറച്ചിട്ടാണ് ഞാൻ അതിലേക്ക് പൂക്കളിട്ട് കൊടുക്കുന്നത്. നല്ല മണമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കർപ്പൂരമോ പരിനീരോ ഒക്കെ അതിലേക്ക് തളിച്ചു കൊടുക്കാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷം നമ്മുടെ വിളക്കൊക്കെ കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളക്ക് തുടച്ചിട്ടില്ലായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ കഴുകിക്കൊണ്ട് വെച്ചേക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടും. അതിനുശേഷം അതിലേക്ക് മഞ്ഞളും കുങ്കുമമൊക്കെ ഒന്ന് തൊടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വിളക്ക് വെക്കുന്ന സമയത്ത് ഇതുപോലെ മഞ്ഞളും കുങ്കുമവും തൊട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര ഐശ്വര്യമാണ് നമ്മുടെ പൂജാ റൂം കാണാനും. അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും. പിന്നെ ഞാൻ എന്തായാലും കുറച്ച് ദിവസം വിളക്ക് വെക്കാതിരുന്നിട്ട് വിളക്ക് വെക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മുടെ പൂജാ ഷെൽഫിൽ പുറത്തും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോയിലും എല്ലാത്തിലും ഒന്ന് പൊട്ട് തൊട്ട് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും അതുപോലെ എല്ലാ ഫോട്ടോസിലും നമ്മുടെ ഫോട്ടോയിലുണ്ടായിരുന്ന മുന്നത്തെ ചന്ദനവും കുങ്കുമവും എല്ലാം മാച്ച് കളഞ്ഞിട്ട് പുതിയ മഞ്ഞളും കുങ്കുമവും വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ മുന്നേ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ മഞ്ഞളും കുങ്കുമമൊക്കെ മേടിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ കിട്ടും, ഇല്ലെങ്കിൽ അങ്ങാടി കടകളിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആണെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ കടകളിലും ചെറിയ ചെറിയ കടകളിലും കിട്ടും കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ മേടിച്ച് വയ്ക്കുന്നതാണ് ഈ കുങ്കുമവും മഞ്ഞളും ഒക്കെ. അപ്പോൾ ഇതിനിടയിൽ വിളക്കൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ 5 തിരിയിട്ടാണ് കത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം ആഗ്രഹിച്ചു, അത് സാധിച്ചത് കൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു നിവേദ്യം ചെയ്യുന്നതാണ്. നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരാളോട് പറയുന്നേക്കാളും മനുഷ്യരോട് പറയുന്നേക്കാളും നമ്മുടെ ഭഗവാനോട് പറയുവാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് ആരും അറിയില്ല. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ദൈവഭക്തി ഇല്ല, ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്വയം നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള സൊല്യൂഷനൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വിഷമങ്ങൾ എൻ്റെ മനസാക്ഷിയോടും എൻ്റെ ഭഗവാനോടുമാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളിൽ എനിക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഞാനിങ്ങനെ ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതിനുള്ള ഒരു നല്ലൊരു റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ പോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഓരോരുത്തരുടെ അനുഭവം ഓരോന്നായിരിക്കുമല്ലോ. ചിലപ്പോൾ ചിലർക്ക് ഇതിലൊന്നും വിശ്വാസം കാണില്ല, ചിലർ ഇതിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. പലതരം സ്വഭാവക്കാരാണല്ലോ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്ത് തന്നെ ആയാലും എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം ആഗ്രഹിച്ചു, അത് സാധിച്ചത് കൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു നിവേദ്യം
ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൽപ്പായസം ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ആദ്യം പച്ചരി ഒന്ന് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4-5 വിസിൽ കേൾപ്പിച്ചിട്ടാണ് വേവിച്ചത്. നന്നായിട്ട് പച്ചരി വെന്ത് കിട്ടണം. അതിനുശേഷം ഞാൻ ഇതുപോലെ പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഉരുളി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു ഉരുളിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ പച്ചരി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാലും അതേ അളവിൽ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നിവേദ്യം ചെയ്യുന്ന ആയതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കില്ല. ഏകദേശം ഒരു ഐഡിയയിലാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കഴിച്ചു നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പാലും വെള്ളവും ചേർത്തിട്ട് ഈ പച്ചരി നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് ഷുഗർ ചേർത്ത് കൊടുക്കണം. ലാസ്റ്റായിട്ട് കട്ടിപ്പാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. കവർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചതച്ച ഏലക്കയാണ്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാൽപ്പായസം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കൃഷ്ണ തുളസിയോ അല്ലെങ്കിൽ ഒരു തുളസി ഇലയോ ഇടാം. അത് നല്ലതാണ്. നിവേദ്യം ചെയ്യുമ്പോൾ ഭഗവാന് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തിപ്പോൾ തുളസി ഇല ഇല്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് ഭഗവാന് തുളസി ഇലയുടെ ഒരു മാല കൂടി ഇട്ട് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരുപാട് കൃഷ്ണ തുളസി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് എന്തായാലും തുളസി മാല എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല. എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെണ്ണയും കുറച്ച് തൈരും നമ്മുടെ പ്രസാദം ചെയ്തിട്ടുണ്ടായിരുന്ന ആ നിവേദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാൽപ്പായസമാണ് കണ്ണന് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും മനസ്സറിഞ്ഞ് തന്നെ ഭഗവാനെ കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല വൃത്തിയോടെയും ശുദ്ധിയോടെയൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് അതിൻ്റെ ഐശ്വര്യവും നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളത്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ചിലർക്കെങ്കിലും തോന്നുമായിരിക്കാം ചുമ്മാ പ്രഹസനത്തിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ ചെയ്ത് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ പലർക്കും അറിയില്ലായിരിക്കാം. ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണല്ലോ. അപ്പോൾ എൻ്റെ അനുഭവം മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കണ്ണൻ്റെ പാട്ട് ഞാനിങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമമൊക്കെ മാറിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി. അപ്പോൾ വ്യാഴാഴ്ച ദിവസമാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും വിശേഷമാണ്. കാരണം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് നെയ്വിളക്കൊക്കെ വെക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അന്ന് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് ഞാനിങ്ങനെ ദൈവത്തെ മനസ്സുരുകി വിളിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് സന്തോഷമുള്ളത് കൊണ്ടും എനിക്ക് ഇതൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച ഇങ്ങനെയൊക്കെ ആയിരുന്നു. വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിലെ പൂജാ റൊട്ടീനൊക്കെ ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കുക. പിന്നെ കുളിച്ചതിന് ശേഷം ഇതുപോലെ അടിച്ചു വാരുന്നതും ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നത്. ഇല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഞാനിതൊക്കെ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ഭഗവാന് പ്രസാദമൊക്കെ കൊടുത്തതിന് ശേഷം വിളക്കൊക്കെ ഒന്ന് കൊളുത്തി നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീടാണ് ഞാൻ ആമിയെ സ്കൂളിലൊക്കെ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.